നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പാലക്കാടാണ് പ്രധാനമായ ചർച്ചാ വിഷയം. ഒപ്പം അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ സന്നിധാനത്തിലെ പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്. അവിടേക്കും ശ്രദ്ധയുണ്ട്. ഒപ്പം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ശ്രദ്ധ കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും ഇല്ലെങ്കിലും BJP-ക്കാർ തടയും, പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ കുളിച്ചുരുങ്ങി പ്രതിഷേധിക്കാനായി എത്തി. ഈ പിൽസിന്റെ അടക്കം ഗർഭനിരോധന ഗുളികളുടെ ഫോട്ടോ അടക്കം ഫ്ലെക്സ് അടിച്ചു വെച്ച് പ്രതിഷേധിക്കുന്നു. ഒപ്പം മാങ്കൂട്ടത്തിൽ അയച്ചുവെന്ന് പറയപ്പെടുന്ന മെസ്സേജുകൾ ഫ്ലെക്സ് അടിച്ചു വെക്കുന്നു. ഈ ഓഫീസ് MLA-യുടെ ഓഫീസ് പൂട്ടി താക്കോല് കൊണ്ട് പോകാനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെട്ട് ഇവരെ മാറ്റി നിർത്തി. ഇവിടെ CPM എന്ന് പറയുന്ന സംഘടന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തി അല്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്ന് വലിയ വായിൽ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ തന്നെ ഇറങ്ങി പറയുകയാണ്, ഞങ്ങൾ ആരെയും തടയാൻ ഉദ്ദേശിക്കുന്നില്ല. രാഹുൽ അങ്ങനെ ഒരു മാതൃകയായി തന്നെ നിൽക്കട്ടെ, അത്ര മോശം മാതൃകയായി തന്നെ നിൽക്കട്ടെ, ഞങ്ങൾ തടയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തേ ഗോവിന്ദൻ മാഷിന് വിറച്ചു തുടങ്ങിയോ? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ തടഞ്ഞാൽ ജനങ്ങൾ തിരിയുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നിലാണോ ഈ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വർത്തമാനം? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുത്തി വീഴുക എന്ന് പറയത്തില്ലേ, അതാണിപ്പോൾ CPM-ന് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ തടയില്ല എന്ന് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് രാഹുലിന്റെ വീട്ടിലേക്ക്, അടൂരിലെ വീട്ടിലേക്ക് വലിയ പ്രതിഷേധം നടത്തിപ്പോയത് DYFI-ക്കാരാണ്. അന്ന് എന്തുകൊണ്ട് ഇവരെ തടയാൻ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് തയ്യാറായില്ല? പിന്നീട് പല വേദികളിൽ നിയമസഭയിലെത്തുമ്പോൾ SFI-യും DYFI-യും ഒക്കെ ഇറങ്ങിയായിരുന്നു രാഹുലിനെതിരെ പ്രതിഷേധവുമായി കളത്തിലേക്ക് വന്നത്. അപ്പോഴും ഗോവിന്ദൻ മാഷിന് മൗനമായിരുന്നു. പക്ഷേ ഒരു ദിവസം കൊണ്ട് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കാണ് ഇവർക്ക് നിലപാട് മാറ്റേണ്ടി വന്നത്. അതായത് ഞങ്ങൾ പ്രതിഷേധിക്കുന്നില്ല, രാഹുൽ വന്ന് വോട്ട്, അതിന് രാഹുൽ ആരാണ്, ഞങ്ങൾക്കൊരു ഇരയല്ല എന്നൊക്കെ ഉള്ളത്. അതായത് സ്വന്തം പാർട്ടിയിൽ ചില കുൽസിതങ്ങൾ പുകഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കാണ് മൂട്ടിൽ തീ പിടിച്ചത്. അത് ആളിക്കത്താതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രാഹുലിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നൊരു നിലപാടെടുത്തിരിക്കുന്നത്. KJ ഷൈൻ്റെ വിഷയം തന്നെയാണ് പറയുന്നത്. അതിപ്പോൾ വലിയ രീതിയിൽ പാർട്ടിയുടെ കൈവിട്ടുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പുകഞ്ഞു പുറത്തേക്ക് വരികയാണ്. ഇത് തള്ളിപ്പറയാനും പാർട്ടി തയ്യാറായിട്ടില്ല. എന്നാൽ ഈ KJ ഷൈൻ മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് തനിക്കെതിരെ അപവാദ പ്രചരണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത്. എന്തുകൊണ്ട് ഈ പാർട്ടി ഈ വിഷയത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം VD സതീശൻ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, എന്ത് കേസുണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നത് എന്തിനാണ്? എന്തുണ്ടായാലും ഉടനെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്കും വീട്ടിലേക്കുമാണ് പ്രതിഷേധവും കൊണ്ടുവരുന്നത്. ഇവരുടെ പാർട്ടി തന്നെ അന്വേഷിക്കട്ടെ എങ്ങനെയാണ് ആ വിഷയം പുറത്തു പോയതെന്ന്. കാരണം KJ ഷൈൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അറിയാതെ അങ്ങനൊരു സംഭവം പുറത്തേക്ക് വരില്ല എന്നാണ്. അപ്പോൾ അത് പ്രതിപക്ഷ നേതാവിന്റെ തലയിലിട്ട് വെക്കാൻ അങ്ങ് ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ചില ആരോപണങ്ങൾ ഈ CPM-ൽ നിന്ന് പുറത്തേക്ക് വരുന്നത് KJ ഷൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ പുറത്തേക്ക് വിട്ടതിൽ CPM-നുള്ളിലുള്ള ചില ആൾക്കാർക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ്. അതുകൊണ്ടുകൂടിയാണോ ഇപ്പോൾ നിന്ന നിൽപ്പിൽ രാഹുലിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ പിന്മാറിയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിരവധി തെളിവുകൾ അതിൻ്റെതായിട്ട് പുറത്തേക്ക് വരുന്നുമുണ്ട്. അതായത് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റാരെക്കാൾ നന്നായിട്ട് രാഷ്ട്രീയ ബോധമുള്ള, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വ്യക്തികളാണ് സമൂഹ മാധ്യമങ്ങളിലെ കുറച്ചധികം ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ പല രീതിയിൽ അല്ലെങ്കിൽ മുഖമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പണിയുമില്ലാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങൾ അവരെടുക്കുന്ന നിലപാട് വളരെ കൃത്യമാണ്. ഇപ്പോൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ തടയില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ രാഹുലിന്റെ സ്വന്തം മണ്ഡലത്തിൽ വരാൻ ഗോവിന്ദൻ മാഷിന് അല്ലെങ്കിൽ ഗോവിന്ദനെ ഒന്നും തന്നെ അനുവാദം വേണ്ടതില്ല എന്നാണ് പലരും പറയുന്നത്. മാത്രമല്ല ചില കമന്റുകൾ കൂടി ഒന്ന് വായിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ രാഹുലിന്റെ പേരിൽ എന്ത് കേസാണ് ഉള്ളത് തടയാൻ? ഒളിവിൽ പോയ പരാതിക്കാരിയെ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെയാണ് നീ ഒന്ന് തടയാൻ പറ പവിത്ര, എത്ര എണ്ണത്തിന് ചങ്കൂറ്റമുണ്ടെന്ന് നോക്കാലോ എന്ന് പറയുന്നവരുമുണ്ട്. തടയാൻ എന്ത് അവകാശമാണ് മിസ്റ്റർ? ഒരു കൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തയാളെ കളിയാക്കുന്നു. ഷാഫിയെ തടയാൻ പോയതിന്റെ ക്ഷീണം ഉടനെ ഒന്നും തന്നെ മാറിയില്ല എന്ന് ഗോവിന്ദന് നന്നായി അറിയാം. ഇനി രാഹുലിനെ കൂടി തടഞ്ഞ് കൂടുതൽ ക്ഷീണിക്കേണ്ട എന്ന് ഗോവിന്ദന് തോന്നിയെങ്കിൽ തികച്ചും സ്വാഭാവികം മാത്രമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. എത്തുമെന്ന് പറയുന്നുണ്ട്, എത്തില്ല എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിന്റെ ഏറ്റവും അടുത്തുള്ള വൃത്തങ്ങൾ പറയുന്നത് രാഹുൽ എത്തില്ല. കാരണം രാഹുൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധയെല്ലാം ഇങ്ങോട്ടേക്ക് മാറും. സഭ നടക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ. സഭയിലേക്ക് വരേണ്ട രാഹുൽ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലേതായാലും കോൺഗ്രസ് പറയുന്നത് കേൾക്കേണ്ട ഒരു ആവശ്യം നിലവിലേതായാലും രാഹുലിനില്ല. ഒരു പക്ഷേ വന്നാലും വന്നില്ലെങ്കിലും വരികയാണെങ്കിൽ വലിയൊരു സ്വീകരണം കൊടുത്ത് സ്വീകരിക്കാൻ തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുന്നത്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഇവിടെ കൃത്യമായ ഒരു നിലപാട് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിരുന്നു. അതായത് ആ വിവാദം വന്നതിന് തൊട്ട് പിന്നാലെ അയാൾ പ്രതികരിച്ചത്, എനിക്കെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ, അന്വേഷണം എന്ത് തരം അന്വേഷണം വന്നാലും ഞാൻ എന്നോട് സഹകരിക്കാൻ തയ്യാറാണ്. പിന്നീട് നിയമസഭയിൽ വരുമോ, ഞാനിപ്പോൾ മാറി നിൽക്കുന്നത്, അതായത് സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളുണ്ട്, അതിലൊക്കെ സമരമുഖത്താണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ അണികൾ. അപ്പോൾ അവർക്ക് പ്രതിഷേധങ്ങൾ നടത്തുന്നതിൽ ഈ വിഷയം ഒരു തടസ്സമാകരുത്, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്നായിരുന്നു അന്ന് രാഹുൽ പറഞ്ഞിട്ട് അടൂരിലേക്ക് പോകുന്നത്. പിന്നീട് നിയമസഭയിലേക്ക് വന്ന സമയത്തും ഒരൊറ്റ ദിവസമാണ് വന്നത്. അത് VD സതീശനും അതുപോലെ തന്നെ ഭരണപക്ഷത്തിനും മറുപടി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു വന്നത്. പിന്നീട് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ രാഹുൽ വരും എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ഇന്നലെ നമ്മൾ രാഹുൽ നിയമസഭയിൽ വരും എന്ന് കരുതിയതാണ്, പക്ഷെ വന്നില്ല. കാരണം നിയമസഭയിൽ സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. സർക്കാരിനെ അടിച്ചിരുത്താനുള്ള ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതിനൊന്നും താൻ ഒരു തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വീണ്ടും മാറി നിൽക്കുന്നു. പാലക്കാട്ടേക്ക് വരുമ്പോഴും ഒരുപക്ഷെ ഇതേ നിലപാടായിരിക്കാം രാഹുൽ സ്വീകരിക്കുന്നത്. കാരണം പാലക്കാട്ടേക്ക് രാഹുൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരും ഒക്കെ ഒപ്പം ഉണ്ടാകും. ഷാഫിയുടെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാകും. അവിടെ ഒരു വലിയ അടിയും ബഹളവും നടക്കും എന്നുള്ളത് ഉറപ്പായിട്ട് അറിയാവുന്നത് കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങളിലുള്ള യുവനിരയ്ക്ക് ഒരു രീതിയിലും എന്റെ പ്രശ്നം ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് പലയിടങ്ങളിൽ നിന്നും രാഹുൽ വിട്ടുനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾക്കിപ്പോൾ നിയമസഭയിൽ വരണമെങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ പോലും അനുവാദം വേണ്ട, അയാൾ ഒരു MLA ആണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അങ്ങനെ ഒരു ധാർമ്മികമായ നിലപാട് രാഹുൽ സ്വീകരിക്കുന്നു എന്നുള്ളത് കൈയടിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു തീരുമാനം അയാൾ എടുക്കുന്നുണ്ടല്ലോ. പക്ഷേ അതിനെ പലരും പറയുന്നത് ഇയാൾക്ക് മാധ്യമങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ കാണേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. നമ്മൾ രാഹുൽ ഈശ്വറുമായിട്ട് ഈ പറയുന്ന രാഹുൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വലിയൊരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. ശരിയാണ്, നമുക്ക് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാത്തിനും അങ്ങ് മറുപടി പറയാനുള്ള ഒരു സാഹചര്യവും നമുക്കുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയല്ല ഇപ്പോൾ രാഹുൽ എന്ത് പ്രതികരിച്ചാലും അത് വളച്ചൊടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ അയാൾ മൗനം പാലിക്കുന്നു, പലയിടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. പക്ഷേ മണ്ഡലത്തിലേക്ക് പോകാതിരിക്കാനും അയാൾക്ക് കഴിയില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ മണ്ഡലത്തിൽ എത്തും. ഇന്നിപ്പോൾ തന്നെ എത്തണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെയും കാണാം. ഇപ്പോൾ പറയുന്നത് എന്തായാലും പാലക്കാട് ഇപ്പോൾ പ്രതിഷേധത്തിന് മുന്നിലുള്ളത് ഈ പറയുന്ന BJPയും യുവമോർച്ചയും ഒക്കെയാണ്. അവരാണ് കോഴിയുടെ ചിത്രമൊക്കെ ഫ്ലെക്സിൽ അടിച്ചു വെച്ചുകൊണ്ടും അതുപോലെ തന്നെ IPLന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരമാവധി അയാളെ തളർത്താനുള്ള എല്ലാ ശ്രമവും ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ എത്ര കാലം ഈ മണ്ഡലത്തിലേക്ക് വരാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും? സ്വന്തം MLA ആയി അവിടുത്തെ ജനങ്ങൾ അവർക്കിഷ്ടത്തോടു കൂടി തെരഞ്ഞെടുത്ത MLAക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് മറ്റാരെയും പേടിച്ച് ഇപ്പോൾ വീടിനകത്തിരിക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോൾ MLA വന്നാലും ഒരു പക്ഷെ തടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ തടയും എന്നത് ഓർത്ത് ഭയന്നിരിക്കേണ്ട കാര്യവുമില്ല. കാരണം ഇതെല്ലാം ഇതിനപ്പുറവും കടന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് പുകഴ്ത്തുപാട്ട് പറയുന്നതല്ല. പക്ഷെ അപ്പോഴും രാഹുലിന് എന്തായാലും മണ്ഡലത്തിലേക്ക് വരാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല എന്ത് ആരോപണമാണുള്ളത്, ആരോപണം മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എന്ത് തെളിവാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അല്ലെങ്കിൽ തന്നെ എന്ത് കേസാണുള്ളത് എന്ന ചോദ്യമാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെ ഈ ഫാബ്രിക്കേറ്റ് ചെയ്ത് വലിയ ബലൂണാക്കി ഒരു വലിയൊരു കുമ്മളയാക്കി ഇതിനെ മാറ്റുന്നത് എന്നുള്ളതാണ്. തൊട്ടാൽ പൊട്ടുമ്പോൾ ഒന്നും ഇല്ലാത്തതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയവും. ഈ ഉള്ളി പൊളിച്ച് എത്തുമ്പോൾ ഒന്നും ഇല്ലാന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഒന്നുമേ പ്രത്യേകിച്ച് ഇല്ലാത്ത പോലെ കാര്യങ്ങൾ മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ ഇപ്പോൾ ഇതിലൂടെ? നമ്മൾ കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ ഈ രാഹുലിനെതിരെ മൊഴി കൊടുത്തു, ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തു എന്ന് നമ്മൾ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് പോലും ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് കൂടുതൽ ഈ അന്വേഷണത്തിൽ എവിടെ വരെ എത്തിയെന്ന് പറയാൻ തയ്യാറാകുന്നില്ല. അതിന് കാരണം ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലക്ഷ്മി പത്മ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന പെൺകുട്ടി പരാതിപ്പെടാതെ അതിനെന്ത് റെലവൻസ് ആണുള്ളത്? അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി പരാതിപ്പെടാത്തിടത്തോളം കാലം ഈ വിഷയത്തിൽ അത് രാഹുലിന് അനുകൂലമായി തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് പറഞ്ഞ ഒരു സ്വകാര്യത അത് വന്ന് ഇത്തരത്തിൽ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരില്ലേ? ഉറപ്പായിട്ടും. കാരണം ലക്ഷ്മി പത്മ ആദ്യമായിട്ട് ഈ പെൺകുട്ടിയെ കണ്ട സമയത്ത് അവരെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിൽ ആ പോസ്റ്റിനകത്ത് പറഞ്ഞിരുന്നത്
അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട്, ഇല്ല എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ പോകുന്നത്. ഗർഭഛിദ്രം നടന്നിട്ടുണ്ട്, അവർ വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്, അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട്. ഞാൻ പലതവണ നിർബന്ധിച്ചു, അതായത് പരാതിപ്പെടൂ എന്ന് ഞാൻ പലതവണ നിർബന്ധിച്ചു. പക്ഷേ അങ്ങനെ പരാതിപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലൂടെയല്ല അവളും കുടുംബവും കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. കുടുങ്ങിക്കിടക്കുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിപരമായ എന്തൊക്കെയോ വിഷയം, ലക്ഷ്മി പത്മയോട് പോലും അവർ ഇതെല്ലാം മുഴുവനായും തുറന്നു പറഞ്ഞിട്ടുണ്ടാകില്ലല്ലോ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ. അപ്പോൾ അവർക്കിടയിലുള്ള വ്യക്തിപരമായ എന്തോ ഒന്ന് പുറത്തു പറയാൻ കഴിയാത്ത എന്തോ ഒന്ന് ഇരുവർക്കും ഉള്ളത് കൊണ്ടാണ് ഇവർ മൗനം പാലിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, രാഹുലിന്റെ വിഷയത്തിൽ രാഹുലിന് ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ രാഹുൽ ഈ ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നല്ലോ, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന ഒരു ഓഡിയോ. ആ ഓഡിയോയിൽ എവിടെയെങ്കിലും ആ ഗർഭം എന്റേതല്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് ഞാൻ ഏറ്റെടുത്തോളാം, നമ്മളല്ലല്ലോ പ്ലാൻ ചെയ്തത്, ഇങ്ങനെയല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത്. ഞാൻ അതിന്റെ അച്ഛനില്ലാതെ അത് വളരില്ലേ, അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യും, ഞാൻ അത് ഏറ്റെടുത്തോളാം എന്ന് രാഹുൽ പറയുന്നുണ്ട്. അതിവിടെ ചർച്ചയാക്കുന്നില്ല. അത് പറയാതെ, അതായത് ആ സമയങ്ങളിലൊക്കെ രാഹുൽ ഈ പറയുന്ന MLA പദവിയിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അത്രത്തോളം അയാൾ ഈ പാർട്ടി പ്രവർത്തനവുമായിട്ടൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. അല്ലെങ്കിൽ അന്ന് ആ പെൺകുട്ടി ഇങ്ങനെ ഇത്രത്തോളം ഒരു വലിയ ഫാബ്രിക്കേറ്റ് ചെയ്ത് സ്റ്റോറി ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. കാരണം നോക്കുകയാണെങ്കിൽ അയാൾ MLA കസേരയിൽ ആ സമയത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ കുടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എവിടെയും രാഹുൽ ആ ഓഡിയോയിൽ ആ ഗർഭം തന്റേതല്ല എന്നോ ആ കുട്ടി തന്റേതല്ല എന്നോ അതിനെ തള്ളിപ്പറയാനോ തയ്യാറായിട്ടില്ല. അതിനകത്തിൽ എല്ലാം പറയുന്നത് അത് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്ന ഒരു ഓഡിയോയും വ്യക്തമായി അതിനകത്ത് പറയുന്നില്ല. പിന്നീട് പറയുന്നുണ്ട്, പിന്നെ വൈകാരികമായി പറഞ്ഞ ഒരു പോയിന്റാണ്, അതായത് എന്നെ വിളിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് രാഹുൽ പറയുന്നത് തന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്നുള്ളത്. അത് അയാളുടെ വൈകാരികപരമായ ഒരു ഇടപെടലായിട്ട് നമുക്ക് ഒന്ന് കാണാം. അല്ലാതെ ഇപ്പോ ഉടനെ പോയ അയാൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലാൻ കഴിയുമെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നില്ലല്ലോ. തന്നെയല്ല, അയാൾ ആ സമയത്ത് അത്ര ആൾബലമുള്ള ഒരാളുമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. പകരം ഗർഭഛിദ്രം നടത്തി എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് തന്നെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് അന്ന് തന്നെ പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാമായിരുന്നു. പക്ഷെ അതൊന്നും ആ സമയത്ത് അവർ ചെയ്തില്ല. ഗർഭഛിദ്രം നടന്നു എന്ന് പറയപ്പെടുന്നു, പക്ഷെ അത് എവിടെ നടത്തി, എങ്ങനെ ആയിരുന്നു അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ബംഗളൂരുവിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബംഗളൂരുവിൽ പോയില്ല, ഒരു ഗുളിക കൊടുത്തിട്ടാണ് ഗർഭഛിദ്രം നടത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന ഒന്നിനും തന്നെ ഒരു തെളിവും എവിടെയും ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷ്മി പത്മ അവരുമായി സംസാരിച്ചതിന്റെ മൊഴി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയവും ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്ന ആ വിജയവും എന്ന് പറയുന്നത്. ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമായിരുന്നു ജനങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയുന്നതിന്റെ ഒരു തുടക്കം. കാരണം 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരെ ഇരയാക്കി. എവിടെയാണ് ആ 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർ? ഒരു IAS-കാരി എവിടെയാണ് അവർ? ഇവരൊന്നും പരാതിപ്പെടാത്തത് എന്താണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നും അല്ലല്ലോ ഇത്ര പേടിക്കാൻ മാത്രം. ഇനി മുഖ്യമന്ത്രി പോലും പേടിക്കാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോഴാണ് ഈ ഇവരാരും ഒരു IAS-കാരി പോലും ഇതിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർക്കും പരാതിയില്ല. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലെ കാര്യം എന്താണ് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. കൃത്യമായ പോയിന്റ് ആണ്. എന്തുകൊണ്ട് ഈ റിനിയെ പോലെയുള്ളവർ പരാതിപ്പെടുന്നില്ല? അല്ല, രാഹുൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയത് രാഹുൽ ഈശ്വർ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം, പക്ഷെ എന്റെ ആവശ്യം എന്ന് പറയുന്ന 6 മാസം മുൻപ് മുതൽ ഞാൻ തുടങ്ങിയ എന്റെ ആവശ്യമാണ് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഇതിനെ എതിർത്തതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം പുരുഷ കമ്മീഷൻ ഇവിടെ വേണമെന്ന് ഞാൻ പറയുന്നതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി കാണാം. കാരണം റിനി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വിമർശിച്ചപ്പോൾ അത് അപകീർത്തിപരം എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്നെ അപകീർത്തിപ്പെടുത്തി, സമൂഹ മാധ്യമങ്ങളിൽ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. റിനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ, റിനിയെ വിമർശിക്കാതിരിക്കാൻ റിനി മദർ തെരേസയോ മഹാത്മാഗാന്ധിയോ ഒന്നും അല്ലല്ലോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. വ്യക്തമായി തന്നെ അയാൾ പറയുന്നത്, ഞാൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, പക്ഷെ എന്റെ ആവശ്യം ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു തുല്യ പങ്കാളിത്തം അല്ലെങ്കിൽ തുല്യത എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് കമ്മീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും പുരുഷ
അന്വേഷണ കമ്മീഷൻ ഉണ്ടാകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികൾ അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറും വളരെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. ആദ്യ മണിക്കൂറിലൊന്നും തന്നെ പാലക്കാടേക്ക് രാഹുൽ എത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വരില്ല എന്നും അറിയുന്നു, ഒപ്പം വരുമെന്നും അറിയുന്നു. എന്തായാലും കണ്ടറിയാം ഈ മണിക്കൂറിൽ വരും മണിക്കൂറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമോ ഇല്ലയോ എന്നുള്ളത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.